Meet the editors. തരൂരിൻ്റേത് തന്ത്രമോ എന്നതാണ് ചോദ്യം. തരൂരിൻ്റെ പല സന്ദർഭങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലേഖനമാണ്. പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് എന്ന തലക്കെട്ടിൽ വന്നിരിക്കുന്ന ലേഖനം. അതൊരു തന്ത്രമാണോ? ഈ നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉള്ളവർക്കാണ് തന്ത്രം. ശശി തരൂരിന് എന്താ നഷ്ടപ്പെടാനുള്ളത്? 15 വർഷത്തെ 3 തവണ MP ആയി വീണ്ടും മത്സരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇനി ശശി തരൂർ ഒരു തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് അദ്ദേഹത്തിന് താല്പര്യമില്ല. ഈ പണി വെയിൽ കൊള്ളാൻ താനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ തവണ കഷ്ടിച്ച് 16,000 വോട്ടാണ് ശശി തരൂർ ജയിച്ചത്. കഷ്ടിച്ചുള്ള ജയമാണ് ഒരു പാർലമെൻറ്റ് സീറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തരൂർ ഈ പണി നിർത്തുകയാണെന്ന് തരൂർ ഈ ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട്. AICCയുടെ അധിപനാക്കാൻ ശ്രമിച്ചു നോക്കി അവിടെ പരാജയപ്പെട്ടു. അതേ സമയത്ത് തന്നെ ശശി തരൂർ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു കണ്ണുവെച്ചു. അതിൽ വളരെ വലിയ ഒരു പ്ലാനോട് കൂടി വന്നു. ക്രിസ്ത്യൻ മുസ്ലിം മേഖലയിലൊക്കെ പോയി പല യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത് മുസ്ലിം ലീഗ് അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന കാഴ്ചയും 2-3 വർഷം മുമ്പ് നമ്മൾ കണ്ടു. പക്ഷേ ഹമാസ് സത്യത്തിൽ സ്വതന്ത്ര പോരാളികളാണോ അതോ തീവ്രവാദികളാണോ എന്ന ഒരു തർക്കത്തിൽ അത് ഹമാസ് അത്ര ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പകുതി തന്ത്രം അവിടെ ചീറ്റിപ്പോയി തരൂരിൻ്റെത്. അല്ലെങ്കിൽ തന്നെ 40 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിൻ്റെ ബാക്കി ചീറ്റൂടെ കീറും എന്നുള്ളതും ഏതാണ്ട് വ്യക്തമായതോടെ ശശി തരൂരിൻ്റെ ആ വഴിയും അടഞ്ഞു. ചുരുക്കത്തിൽ കോൺഗ്രസിൽ MP ആകെ മത്സരിച്ച് ജയിക്കണം തരൂരിന് താല്പര്യമില്ല. ഇനി താല്പര്യമുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് ജയിക്കില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അടുപ്പിക്കില്ല. കേരളത്തിൽ ഒരു കാരണവശാലും ശശി തരൂരിനെ ഒരു MLA അപ്പുറത്തേക്ക് കൊടുക്കില്ല, കടത്തിവിടില്ല എന്ന് ഇവിടുത്തെ നേതാക്കളും തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ശശി തരൂരിന് എന്ത് തന്ത്രം? ശശി തരൂർ എന്തും ചെയ്യും. ഈ അന്തം വിട്ടവൻ എന്തും ചെയ്യും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു തന്ത്രമാണ് ശശി തരൂരിന്. തന്ത്രമാണോ എന്ന് ചോദിച്ചാൽ തന്ത്രമാണെന്ന് പറയുകയാണെങ്കിലുള്ളത്. ശശി തരൂർ കുറേ ദിവസമായി, കുറേ നാളുകളായി മോദിയെ സ്തുതിക്കും. ഒന്ന് കടുപ്പിച്ച് വരുമ്പോൾ പെട്ടെന്നൊരു കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മൗനം പിടിക്കും. അതായിരുന്നു നമ്മൾ 2016-17 കണ്ടത്. പക്ഷേ 2021 ശേഷം ശശി തരൂർ കുറച്ചുകൂടെ പ്രകടമായി അത് കാണിച്ചു തുടങ്ങി. കേരളത്തിൽ തിരുവനന്തപുരത്ത് മോദിക്ക് വളരെ വേണ്ടപ്പെട്ട കോർപ്പറേറ്റുകളുടെ താല്പര്യം വരുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യം വന്നപ്പോൾ അവിടെ സ്വന്തം മണ്ഡലമാണെന്നത് പോലും വിട്ടുകൊണ്ട് അദ്ദേഹം അദാനിക്ക് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് എൻ്റെ വേറൊരു തരം പൊളിറ്റിക്സ് ആണെന്നാണ് തരൂർ പറഞ്ഞു വെച്ചത്. 2024 ശേഷം ശശി തരൂർ പരസ്യമായി ഇറങ്ങിയാണ്. ഇതിനിടയ്ക്കാണ് AICC അധിപനാകാനുള്ള മത്സരമൊക്കെ നടന്നത്. തരൂർ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ നിന്ന് പരമാവധി വെറുപ്പ് സമ്പാദിക്കുക. അതേസമയം തനിക്ക് BJPക്കും കോൺഗ്രസിനുമൊക്കെ അതീതനായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് ശശി തരൂർ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ശശി തരൂർ വളരെ ഭംഗിയായി ആ തന്ത്രം വിജയിപ്പിച്ച ഒരാളാണ്. കോൺഗ്രസും BJPയും ഒക്കെ താഴത്തെ പൊളിറ്റിക്സിൽ പെറ്റി പൊളിറ്റിക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാനൊരു വിശ്വ പൗരനാണെന്ന് തെളിയിച്ചുകൊണ്ട് ശശി തരൂർ രാജ്യമാണ് ആദ്യം എന്ന് പറയുകയും കോൺഗ്രസ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ന്യായമായ സംശയങ്ങൾ എന്ന് വെച്ചാൽ എത്ര റഫേൽ താഴെ വീണു എന്ന് ചോദിച്ചു തുടങ്ങിയ കോൺഗ്രസിനുള്ള മറുപടി അവസാനം വരുമ്പോൾ 3 റഫേൽ താഴെ വീണു എന്നുള്ളതാണ് സത്യം. ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യയുടെ എത്ര ഭൂമി ചൈന പിടിച്ചെടുത്തു എന്നാണ് കോൺഗ്രസ് ചോദിച്ചത്. അത് അവസാനം കൺസീഡ് ചെയ്യുന്ന ഘട്ടം വരെ എത്തി. തരൂർ ഇതൊന്നും വിഷയമല്ല. തരൂർ പക്ഷേ ദേശീയത എന്നതിലൂന്നി മോദിക്ക് അനുകൂലമായി BJPക്ക് അനുകൂലമായി ഒരു കഥ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടേ വരികയാണ്. ഏറ്റവും അവസാനം അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഓർപ്പിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം അദ്ദേഹം പറയുന്നത് അടിയന്തരാവസ്ഥ ഒരു വളരെ മോശം കാര്യമായിരുന്നു. എന്നാൽ അതേ ആവേശത്തിൽ ഇപ്പോൾ നടക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന കോൺഗ്രസിൻ്റെ വാദം ശശി തരൂരാണെങ്കിൽ മിണ്ടുന്നതേയില്ല. ശശി തരൂർ കോൺഗ്രസിനെതിരാണോ എന്ന് ചോദിച്ചാൽ അത് അടിയന്തരാവസ്ഥയ്ക്കെതിരാണ് ഞാൻ എന്നാണ് ശശി തരൂർ വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ചോദ്യം, ശശി തരൂരിനെ ഇപ്പോൾ BJPയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ എന്ത് സംഭവിക്കും? തരൂരിനൊന്നും സംഭവിക്കില്ല. ശശി തരൂരിന് വളരെ സുഗമമായി അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. ഇത് മാത്രമാണ് അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള ഏക ഗുണം. വേണമെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ ശശി തരൂരിനെ പുറത്താക്കാം. അതുമാത്രമാണ് കോൺഗ്രസിന് ചെയ്യാൻ പറ്റുക. അങ്ങനെ ചെയ്താൽ ശശി തരൂരിൻ്റെ കയ്യിൽ മറ്റൊരു വജ്രായുധമുണ്ട്. BJPയുമായി ചില അറേഞ്ച്മെൻറ്റുകളൊക്കെ നമ്മൾ പലരും പറയുന്നത് പോലെ ഉണ്ടെങ്കിൽ ശശി തരൂർ തിരുവനന്തപുരം MP സ്ഥാനം രാജിവെച്ചാൽ എന്ത് ചെയ്യും? ബൈ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. വെറും 16,000 വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ തോറ്റത്. ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡൻ്റാണ് രാജീവ് ചന്ദ്രശേഖർ. ഒരു തവണ കൂടി തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ ഇറങ്ങിയാൽ ജയം ഏറെക്കുറെ BJP കരുതുന്നത് ജയിച്ചിരിക്കുമെന്നുള്ളതാണ്.
ഇതറിയാത്തവരല്ല കോൺഗ്രസ്സുകാർ, ഇതറിയാത്തവരല്ല ഇടതുപക്ഷവും. ഇതാണ് പ്രശ്നം. ഇവിടെയാണ് തരൂർ ഇവരെ എല്ലാവരെയും കൊണ്ട് കുരുക്കിയിട്ടിരിക്കുന്നത്. ഒരക്ഷരം തരൂരിനെതിരെ മിണ്ടരുത് എന്ന് AICC ഇവിടുത്തെ നേതാക്കളോടെല്ലാം ഓടി നടന്ന് പറയുന്നതിൻ്റെ പിന്നിലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ തരൂരിനെ വേദനിപ്പിച്ചതായി ഒരു സൂചന പോലും തരൂരിന് കൊടുക്കരുത്. തരൂർ തിരുവനന്തപുരം MP സ്ഥാനം രാജിവെക്കരുത്. ഇതാണ് ഈ അടിസ്ഥാന ഗെയിം. ഈ ഗെയിം മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കിയെല്ലാം മനസ്സിലാവും. തരൂര് അന്തം വിട്ടവൻ എന്തും ചെയ്യുമെന്ന് പറയുന്ന പോലെ തരൂരിന് ഇപ്പോൾ നഷ്ടപ്പെടാനൊന്നുമില്ല. ഒന്ന് പുറത്താക്കി തരുമോ, എന്നെ ഒന്ന് കോപിപ്പിക്കുമോ, എന്നെ ഒന്ന് പ്രകോപിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആദ്യത്തെ പ്രകോപനത്തിൽ ശശി തരൂർ MP സ്ഥാനം രാജിവെക്കുന്നു. ഇവിടെ ബൈ ഇലക്ഷൻ വരുന്നു, കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്നു. ഒന്ന്. മറ്റൊരു കാര്യം, ശശി തരൂരിന് എന്തായിരിക്കും BJP ഓഫർ ചെയ്തിട്ടുണ്ടാവുക? ഇനിയൊരു മന്ത്രിസ്ഥാനമൊന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. 2024 ഡിസംബർ 31 ആകുമ്പോഴേക്കും UN ജനറൽ സെക്രട്ടറി, ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി പദവി ഒഴിയുകയാണ്. ഗുട്രസ് പോവുകയാണ്. മയാമോട്ട്ലി പോലെയുള്ള വലിയ രാഷ്ട്രത്തിലെ മറ്റ് രാജ്യങ്ങളിലെ ഏഷ്യൻ രാജ്യങ്ങളിലെ അതിനപ്പുറത്തുള്ള ഭൂഖണ്ഡങ്ങളിലെ 3-4 കാൻഡിഡേറ്റുകൾ ഇപ്പോൾ തന്നെ തയ്യാറായി നിൽപ്പുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് മോദി സർക്കാർ ശശി തരൂരിനെ ലോക പര്യടനത്തിന് വിട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശശി തരൂർ നയതന്ത്ര സംഘത്തോടൊപ്പം പോയി. അവിടെ മാത്രമല്ല, അത് കഴിഞ്ഞ് ഒന്നുകൂടെ റഷ്യയിൽ പോയി. എന്തിനാണ് റഷ്യയിൽ പോയെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ശശി തരൂർ ഒരു പക്ഷേ ഈ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് വേണ്ടി ഉള്ള വോട്ട് പിടുത്തം തുടങ്ങിയിട്ടുണ്ടാവണമെങ്കിലോ? ഇതൊക്കെ ആയിരിക്കാം തരൂരിന് മുമ്പിലുള്ള പ്ലാൻ. കിട്ടിയാൽ കിട്ടി, പോയാൽ ശശി തരൂരിന് ഒന്നുമില്ല, കോൺഗ്രസ് അനുഭവിക്കും. ഇതാണ് എനിക്ക് തോന്നുന്നത്. തരൂരിന് തന്ത്രമാണ്. പക്ഷേ തരൂർ വളരെ വളരെ സമാധാനത്തോടെ ആശ്വാസത്തോടെ ഇരുന്ന് കളിക്കുന്ന തന്ത്രമാണ്. മറുവശത്തിന് തന്ത്രമേ ഇല്ല, തത്രപ്പാടാണ് കൂടുതൽ. അങ്ങനെയാണോ സുനിൽ? ഇപ്പോൾ തരൂരിൻ്റെ തന്ത്രം എന്നുള്ളത് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കാണുന്ന തരൂർ വേറെ, കേരളത്തിൽ മറ്റൊരു തരൂരാണല്ലോ. അപ്പോൾ അതിലെ കാര്യങ്ങൾ കൂടി വിശദീകരിക്കാൻ തോന്നുന്നു. ഒരു സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ വന്ന് ഒരു റോഡിൻ്റെ നടുവിൽ ഒരു പാ വിരിച്ച് കിടന്ന് കാലിൻ്റെ മുകളിൽ കാലക്കെട്ടിരുന്ന് എന്നെ എന്തെങ്കിലും ചെയ്യടേ, അറസ്റ്റ് ചെയ്യടേ എന്ന് പറയുന്നൊരു സീനുണ്ട്. നമുക്കാർക്കും മറക്കാൻ പറ്റില്ല. ഏതാണ്ട് അതുപോലെയാണ് സംഗതികൾ ഇപ്പോൾ പോകുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ച് ഏതായാലും ഇപ്പോൾ ഇന്നലെ വന്ന സംഗതി, ഒരു ED മാത്യു എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയിലെ ഒരു മുൻ സ്പോക്സ് പേഴ്സൻ്റെ ഒരു ലേഖനം, കഴിഞ്ഞ ജൂൺ 10-ാം തീയതി സമാനമായൊരു ലേഖനം ED മാത്യു ദ വയറിൽ എഴുതിയിരുന്നു. ശശി തരൂരാണ് കേരളത്തിൽ UDFന് ഏറ്റവും പറ്റിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന്. തൊട്ടുപുറകെ വരുന്ന ഒരു സർവേ, അതിലും ശശി തരൂരിന് 28% പോയിൻ്റ് കൊടുക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 55 വയസ്സിന് മുകളിലുള്ള 34% പേർ, അതുപോലെ പുരുഷന്മാരിൽ 30% പേർ, സ്ത്രീകളിൽ 27% പേർ, 18 മുതൽ 24 വയസ്സ് പ്രായമുള്ളവരിൽ 20% പേർ ശശി തരൂർ കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നു എന്നൊരു സർവേ. ഈ സർവേ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് ED മാത്യു ആണ്. ഈ ED മാത്യുവിൻ്റെ ഈ ട്വീറ്റാണ് ഈ എക്സിൽ ശശി തരൂരും പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരുപക്ഷേ ശശി തരൂരിന് വേണ്ടി നടത്തുന്ന PR പ്രവർത്തനമാകാം. എന്തുമായിക്കോട്ടെ, കോൺഗ്രസിൽ സ്ഥാനമോഹികളല്ലാത്തവരാരാണുള്ളത്? ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്ന് കേരളത്തിൽ ഇതിനകം തന്നെ കോൺഗ്രസിൽ തമ്മിലടി ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസിൽ പലരും അതിനുവേണ്ടിയുള്ള കളങ്ങളൊക്കെ തന്നെ ഒരുക്കി അതിനുവേണ്ടിയുള്ള PR പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി നടത്തുന്ന ഒരു കാലമാണ്. ഏതായാലും ശശി തരൂർ ഇപ്പോൾ നടത്തുന്നത് ഒരു തന്ത്രമാണോ എന്ന് ചോദിച്ചാൽ തന്ത്രം തന്നെയാണ്. ആ തന്ത്രം എന്തിനു വേണ്ടി ശശി തരൂർ ചെയ്യുന്നു എന്നത് കൂടി നമ്മൾ പരിശോധിക്കണം. കാരണം കോൺഗ്രസ് കഴിഞ്ഞ എത്ര കാലമായി അനുഭവിക്കുന്ന പ്രതിസന്ധികളുണ്ട്. കാരണം 2004 കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ 2009 കോൺഗ്രസ്സിന് ആ ഒരു ഭരണം നിലനിർത്താൻ കഴിഞ്ഞു. 2014 കോൺഗ്രസ് തകർന്നടിഞ്ഞു 44 സീറ്റിലേക്ക്. 2019 കോൺഗ്രസ് തകർന്നടിഞ്ഞു, അതിലും പരിതാപകരമായ സ്ഥിതി. അതേസമയം ഇപ്പോൾ 2024 ശ്വാസം കിട്ടിയ എന്ന് പറയാവുന്ന തരത്തിലൊരു 99 സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസ് പരാജയപ്പെട്ടു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഡൽഹിയിൽ ദേശീയ തലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി. പഞ്ചാബ് എന്നൊരു സംസ്ഥാനം, അമരീന്ദർ സിംഗ് രാഹുൽ ഗാന്ധിയെ കാണാൻ ഒരുപാട് ദിവസം അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ വന്ന് കുത്തിയിരിക്കുമായിരുന്നു. പക്ഷേ സമയം നൽകില്ല. അങ്ങനെ ഒടുവിൽ അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ടുപോയി BJPയിൽ ചേർന്ന് അവിടുത്തെ സർക്കാരും താഴെ പോയി. അതുപോലെ എത്ര നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടുപോയി. തരൂരിനും കാണാൻ പറ്റുന്നില്ല. തരൂരിന് ഈ പ്രശ്നം കോൺഗ്രസിന് വളരെ നിസ്സാരമായി വേണമെങ്കിൽ പരിഹരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് തരൂർ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇതുവരെ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു സമയം നൽകിയിട്ടില്ല, ചർച്ചയ്ക്കുള്ളൊരു വേദി ഉണ്ടാക്കിയിട്ടുമില്ല. അത്രയ്ക്ക് വലിയ ഭിന്നത ശശി തരൂരിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് എങ്ങനെയാണ് ഇപ്പോൾ BJPയുമായി ഫൈറ്റ് ചെയ്യുന്നത്, അതിന് സമാനമായ രീതിയിലാണ് ശശി തരൂരിനോട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. പക്ഷേ കോൺഗ്രസ്
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കും? ഏതെങ്കിലും ദൈവദൂതം വന്ന് കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ്. ആ ഒരു നിലയിലേക്ക് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ മാറുകയാണ്. ശശി തരൂർ ഒരു വിശ്വപൗരനാണ് എന്ന തരത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നു. ശശി തരൂരിന് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്. തീർച്ചയായും ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾക്ക് പിന്നിലും ശശി തരൂരിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഒരുപക്ഷെ BJPയിലേക്ക് ശശി തരൂർ പോകില്ലായിരിക്കും. പക്ഷേ BJPയുടെ പിന്തുണയോടെ, നിലവിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിന്തുണയോടെ മറ്റെന്തെങ്കിലും ഒരു വലിയ സ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പദവിയോ ഒക്കെ തന്നെ ശശി തരൂരിന് ലഭിക്കുമെന്ന് ശശി തരൂർ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. തീർച്ചയായും എന്തെങ്കിലും ഒരു പദവി ഇല്ലാതെ ഇനി ശശി തരൂർ മുന്നോട്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസിനകത്ത് G23 ഗ്രൂപ്പിൽ ഒപ്പം നിന്ന് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ മത്സരിച്ച ആളാണ് ശശി തരൂർ. അന്ന് ശശി തരൂർ പറഞ്ഞത് കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി തനിക്ക് അതിന് അനുമതി നൽകി. ഈ ഒരു മത്സരമുണ്ടായാൽ മാത്രമാണ് സംഘടനാപരമായി പാർട്ടിക്ക് ശക്തിപ്പെടാൻ കഴിയുക എന്ന നിലയിലൊക്കെയാണ് അന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആ ഒരു മത്സരത്തെ വിജയിപ്പിച്ചത്. അതിനുശേഷം ശശി തരൂരിനെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തി. കോൺഗ്രസ്സുകാർക്ക് പറയാം ശശി തരൂരിന് എന്തൊക്കെയാണ് നൽകിയത്. ശശി തരൂർ വന്ന ഉടൻ തന്നെ ചോദിച്ച തിരുവനന്തപുരം സീറ്റ് നൽകി. അവിടെ 4 തവണ ശശി തരൂരിനെ മത്സരിപ്പിച്ചു. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് എടുത്തു. പാർലമെൻറ്റിൽ കോൺഗ്രസിന് കിട്ടിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശശി തരൂരിന് നൽകി. അതുകൊണ്ട് ശശി തരൂർ 2 തവണ നൽകി. അപ്പോൾ ശശി തരൂരിന് ഒരുപാട് സ്ഥാനങ്ങൾ കോൺഗ്രസിൽ ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ കോൺഗ്രസ്സുകാർക്ക് പറയാം. പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കോൺഗ്രസ് പരിഹരിക്കുന്നില്ല. അവിടെ നിന്ന് ശശി തരൂർ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ്. അടിയന്തരാവസ്ഥയൊക്കെ തന്നെ അടിയന്തരാവസ്ഥയെ കോൺഗ്രസ് പോലും ഇപ്പോൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥയെ ഇന്ദിരാഗാന്ധിയല്ല, സഞ്ജയ് ഗാന്ധിയല്ല, പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സ്വീകരിച്ച അന്നത്തെ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ള നടപടികളെ കോൺഗ്രസ് തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ശശി തരൂരിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. ഇപ്പോൾ ശശി തരൂർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു തന്ത്രം തന്നെയാണ്. ആ തന്ത്രം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നെ അറസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ എന്നെ മറ്റേ പിടിച്ച് ജയിലിലിടൂ, ഒന്ന് പുറത്താക്കി തരൂ എന്നൊരു രീതിയിലേക്ക് ശശി തരൂർ പോവുകയാണ്. ഈ BJP എന്താണ് കാത്തുവെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ പറഞ്ഞു കേൾക്കുന്നത് എന്താണ്? തീർച്ചയായും ശശി തരൂർ ഇപ്പോൾ നടത്തുന്ന വിദേശയാത്രകൾ, ശശി തരൂരിൻ്റെ ഇപ്പോൾ നടത്തുന്ന വിദേശയാത്രകളൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു അനുമതിയില്ലാതെയാണ്. ആദ്യം ഓപ്പറേഷൻ സിന്ദൂരിന് ശശി തരൂരിൻ്റെ പേര് നിർദ്ദേശിച്ചത് പോലും കോൺഗ്രസിന് അനുമതിയില്ലാതെയാണ്. കോൺഗ്രസ് കൊടുത്ത പട്ടികയിൽ അന്ന് ശശി തരൂരിൻ്റെ പേര് തന്നെ ഇല്ല. ആ പട്ടികയിൽ ഇല്ലാത്തത് കോൺഗ്രസിന്റെ കുഴപ്പമല്ലല്ലോ, അത് തരൂരിന്റെ കുഴപ്പമല്ലല്ലോ. അത്രയും ഏബിളായിട്ടുള്ള, ഇത്രയും വിദേശകാര്യ സഹമന്ത്രിയായിട്ടിരുന്നിട്ടുള്ള ഒരാളെ നിയോഗിക്കാത്തത്. ആനന്ദ് ശർമ്മയും ശശി തരൂരുമാണ് കോൺഗ്രസിൽ നിന്ന് പിക്ക് തീർച്ചയായും ഒരു സംശയമില്ല. ശശി തരൂർ ഇത്തരമൊരു യാത്രയിലേക്ക് ഇത്രയും ഒരു യാത്രയിലേക്ക് പോകുന്നതിന്, അല്ലെങ്കിൽ ഒരു സർവകക്ഷി സംഘത്തെ രൂപീകരിക്കുന്നതിനും അങ്ങനെ ഒരു സർവകക്ഷി സംഘത്തെ ചുമതലപ്പെടുത്തുന്നതിനും ഏറ്റവും യോഗ്യമായ ഒരാൾ ശശി തരൂർ തന്നെയാണെന്ന് സംശയമില്ല. അത് കോൺഗ്രസ് ആ പേര് നിർദ്ദേശിക്കില്ല എന്നൊരു പക്ഷേ കേന്ദ്രത്തിന് തോന്നിയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ കേന്ദ്രം ഈ പേര് നിർദ്ദേശിച്ചത് മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആകാം. പക്ഷേ ആ യാത്ര അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പ്രധാനമന്ത്രിയുടെ വസതിയിൽ സർവകക്ഷി സംഘം തിരിച്ചെത്തി. പ്രധാനമന്ത്രിയുടെ വസതി എല്ലാവർക്കും പാർട്ടിയും നൽകി എല്ലാവരെയും പിരിച്ചുവിട്ടതാണ്. പക്ഷേ അതിനുശേഷം വീണ്ടും ശശി തരൂർ പോയി റഷ്യയിലേക്ക്. ലക്ഷ്യമാണ് ഇപ്പോൾ അത് വലിയ അതെ രഹസ്യമായി നിൽക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഏതോ മിഷനുമായി ബന്ധപ്പെട്ടാണ് ശശി തരൂർ പോയത് എന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം, ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അതും BJPക്ക് അനുകൂലമായി, ദേശീയ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കുന്നു, നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്നു. അപ്പോൾ സത്യത്തിൽ കോൺഗ്രസ് ശശി തരൂർ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നൊരു നിലപാട് കോൺഗ്രസിനുണ്ട്. പക്ഷേ അങ്ങനെ ശശി തരൂർ പോകുന്നത് തീർച്ചയായും ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി കോൺഗ്രസിന് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ലീഗൊക്കെ ഒരു പക്ഷേ അതിനെതിരെ നിലപാട് സ്വീകരിച്ചു. അതൊക്കെ പണ്ടായിരുന്നു ലീഗ്, പക്ഷേ ഇന്നിപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞു തരൂരിന്റെ ശരിയായ രീതിയല്ല എന്ന്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തന്ത്രമോ ചർച്ച തുടരാം. ശ്രീ ആൻഡോ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എറിയാനറിയുന്നതിൻ്റെ കയ്യിൽ വടി കൊടുക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ആലോചിച്ചിട്ടില്ലേ, ഇത്രയും പ്രായമായ മനുഷ്യനെ എന്തിനാണ് ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർത്തുന്നതെന്നുള്ളത്. ആ സമയത്താണ് തരൂർ വരുന്നത് അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളടക്കം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഊർജ്ജസ്വലനായ ഒരു അധ്യക്ഷൻ കോൺഗ്രസ്സിന് വരികയും അവർ ശക്തമായ രീതിയിൽ കോൺഗ്രസിന് BJPക്കെതിരെ ശക്തമായി പോരാടും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു വീരപരിവേഷമാണ്. മല്ലികാർജ്ജുന ഖാർഗെക്കെതിരായിട്ട് ശശി തരൂരിനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് തോന്നുക. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ശശി തരൂരിനെ കോൺഗ്രസ് ആ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ഏത് പോസ്റ്റിൽ നിന്നാണ് വന്നത്? അദ്ദേഹം പോസ്റ്റിന് വന്നത്
അനുസരിച്ചിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു MP സ്ഥാനം എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം അതുപോലെ കോൺഗ്രസ് പോലെ ഒരു നാഷണൽ പാർട്ടിയുടെ ഭാഗമായി 4 പ്രാവശ്യം MP ആയി, 2 പ്രാവശ്യം മന്ത്രിയായി. എങ്കിൽ കൂടെ അദ്ദേഹത്തെ പോലെ ഒരാളെ കോൺഗ്രസ് എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് എന്ന് പറയുന്നു. ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി മാത്രം നിൽക്കേണ്ട ഒരാളാണോ അദ്ദേഹത്തെ? BJP അദ്ദേഹത്തെ ഉപയോഗിക്കുന്നു. BJP ശശി തരൂരിനെ പോലെ വലിയ മുതിർന്ന ഒരാളെ, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം വിശ്വവരെന്ന് പറയുന്ന ഒരാളെ ഉപയോഗിക്കുന്നു എന്നുള്ളതുപോലെ കോൺഗ്രസിന് എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിയുന്നതിൻ്റെ കയ്യിൽ വടി കൊടുക്കില്ല എന്ന് പറയുന്നത്. എങ്ങനെ ഉപയോഗിക്കേണ്ടത്? എന്തൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും മുതിർന്ന, ഏറ്റവും ലീഗ് അടക്കം ഘടകകക്ഷികളടക്കം മുൻ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ശശി തരൂരിനെ മുൻനിർത്തി കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന കാര്യമാണോ? ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? കേരളത്തിൽ ശശി തരൂർ ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നു. കേരളം തുടങ്ങി അങ്ങോട്ട് ഇങ്ങ് വരെ നടക്കേണ്ടി വന്നില്ലേ? അങ്ങനെയാണോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തോട് ചെയ്യേണ്ടിയിരുന്നത്? ഇപ്പോൾ എന്താണ് പറയുന്നത്? ശശി തരൂർ കോൺഗ്രസ്. ശശി തരൂരിന് ഈ പറഞ്ഞ BJPയിലേക്ക് പോകണമെങ്കിൽ മുൻപ് എത്ര സാധ്യത ഉണ്ടായിരുന്നു? 4 ടേം ഇതിന് മുമ്പ് ഉണ്ടായിരുന്നില്ലേ? 6 ടേം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം മന്ത്രിയും കൂടി ആയില്ലേ? 2 പ്രാവശ്യം മന്ത്രിയായി. അദ്ദേഹത്തിന് അതിന് ശേഷം BJPക്ക് പോയിക്കൂടെ? അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന്. അദ്ദേഹത്തിന് പോയിക്കൂടായിരുന്നോ? ഈ പ്രാവശ്യം പോയ കേന്ദ്രമന്ത്രിയാകത്തില്ലായിരുന്നോ? അദ്ദേഹത്തിന് ചോദിച്ചത് അദ്ദേഹം പോയില്ലല്ലോ. എന്തുകൊണ്ടാണ് പോകുന്നത്? അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ അവഹേളിക്കാവുന്നതിൻ്റെ എത്ര അവഹേളിക്കും. പിന്നെ അദ്ദേഹം തിരിച്ചു പറയുമ്പോൾ മാത്രം ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അദ്ദേഹം തിരിച്ചു പറയുമ്പോൾ അയ്യോ ശശി തരൂർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. കോൺഗ്രസ് തള്ളി പറഞ്ഞ കാര്യമാണത്. അടിയന്തരാവസ്ഥ കാലത്ത് ഈ പറഞ്ഞ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, അടിയന്തരാവസ്ഥ നടക്കാൻ പാടില്ലായിരുന്നു, അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞ കാര്യമല്ലേ? ആ പറഞ്ഞ കാര്യം അദ്ദേഹം പറയുമ്പോൾ എന്താ വിഷമം? അദ്ദേഹം പറയുമ്പോൾ വിഷമം ഉണ്ടാവണം. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അദ്ദേഹത്തെ ഉയർത്തില്ല, കോൺഗ്രസും അദ്ദേഹത്തിന് ചർച്ച ചെയ്യാൻ വേദി കൊടുക്കില്ല, കോൺഗ്രസും അദ്ദേഹത്തെ ഒരു സ്പോർട്സ് പേഴ്സണെ ഉപയോഗിക്കില്ല, കോൺഗ്രസും അദ്ദേഹത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അദ്ദേഹം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം സ്വന്തമായിട്ട് വടി തപ്പി കിടക്കുകയാണ്. എവിടെയാണ് വടി കിട്ടുന്നത് ആ വടി മുഴുവൻ എടുത്തിട്ട് എറിയാണ്. ആ ഏറ് മുഴുവൻ കോൺഗ്രസിനാണ്, BJPക്കല്ല, കോൺഗ്രസിനാണ്. ഈ സമയം വരെ ഞാൻ പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണല്ലോ. എന്തിനാ രാഹുൽ ഗാന്ധിൻ്റെ വീടിന് മുന്നിൽ പോയി കാവലിരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു മീറ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അവസ്ഥ, വർക്കിംഗ് കമ്മിറ്റി മെമ്പറുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവസ്ഥയാണ് ഈ മീറ്റിംഗ്. അവരല്ലേ വിളിച്ചു വരുത്തിയിട്ട് ചർച്ച നടത്തേണ്ടത്. ഈ ശശി തരൂരിനെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പറയുന്നത്? കോൺഗ്രസിനെതിരെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? മോഡിക്കെതിരെയല്ലേ നമ്മൾ പറയുന്നത്? നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ്? നിങ്ങളുടെ രാഷ്ട്രീയം വെളിപ്പെടുത്തണ്ടേ? ഇങ്ങനെയെല്ലാം ചോദിച്ച് പറ്റില്ലേ പുറത്താക്കണ്ടേ? ഇത് ഒളിച്ചോടുകയാണ്. ശശി തരൂർ പോകുമ്പോൾ ഇവർ ഒളിച്ചോടും. ശശി തരൂർ സമയം ചോദിക്കുമ്പോൾ കൊടുക്കില്ല. ശശി തരൂർ കൈകാര്യം ചെയ്യാൻ നോക്കുമ്പോൾ സമയം കൊടുക്കില്ല. ശശി തരൂർ മത്സരിക്കാൻ നിങ്ങൾ തന്നെ പറ, AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുന ഖാർഗെയാണോ ശശി തരൂരാണോ മത്സരിക്കേണ്ട ആൾ, മത്സരിക്കേണ്ട ആൾ? ഒന്ന് പറ. കോൺഗ്രസിനെ മാത്രമല്ലേ ദളിത് പ്രാതിനിധ്യം നമ്മളൊരു രാജ്യത്തെ ഒരു പ്രധാന പാർട്ടിക്കെതിരെ ശക്തമായി പോരാടുകയാണ്. മോദിക്കൊത്ത ഒരു BJP എന്ന് പറയുന്ന വർഷത്തെ പ്രവൃത്തി പരിചയം മാത്രം കോൺഗ്രസിന്റെ രാഷ്ട്രീയം അല്ലാന്ന്. കോൺഗ്രസിലെ ജനങ്ങളുടെ വികാരമാണ് പറയുന്നത്. ഈ കേരളത്തിലെ പ്രധാന ഘടകകക്ഷിയായി ലീഗിന് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ വരണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നല്ല പറയുന്നത്. മല്ലികാർജ്ജുന ഖാർഗെനെ പോലെ ഒരാളായിരുന്നു വേണ്ടതിരുന്നത്. രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നില്ലേ? പ്രിയങ്ക ഗാന്ധി അവിടെ ഇരുന്നില്ലേ? എത്രയോ മുതിർന്ന ചുറിയുറുപ്പുള്ള നേതാക്കൾ ആരോടെ ഫൈറ്റ് ചെയ്ത്? നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷാ രാജ്നാഥ് സിംഗിന് മത്സര രംഗത്തേക്ക് വേണ്ട അധ്യക്ഷ നേതൃത്വത്തേക്ക് വരുന്നില്ല. ഞാൻ പറയുന്നത് എന്നിട്ട് ആരാ ഭരിക്കുന്നത് സാറേ? ഇപ്പൊ ആരാ ഭരിക്കുന്നത്? നെഹ്റു കുടുംബം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണ്ട എന്ന് പറയും. അദ്ദേഹത്തിന്റെ കാവലിന് വേണ്ടി നിൽക്കുകയാണ് അവർ. രാഹുൽ ഗാന്ധി ശശി തരൂർ മല്ലികാർജ്ജുന ഡേറ്റ് അല്ല ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധിന്റെ ഡേറ്റാണ് ചോദിക്കുന്നത്. ഡെമ്മിയാണ്, ഡെമ്മി സ്ഥാനാർത്ഥിനെ വെച്ച് ഭരിക്കുകയാണ്. അത് ആർക്കും പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെയും ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മരണ പോരാട്ടം നടത്തുകയാണ്. ആർക്കെതിരെ? BJPക്കെതിരെ. അവർക്ക് ഈ BJP അധികാരത്തിൽ താഴെ ഇറക്കി മുന്നേറി വരുമ്പോൾ എല്ലാ വഴികളും ഉപയോഗിക്കേണ്ട ആളുടെ പേര് കോൺഗ്രസ് എന്നാണ്. എല്ലാ വഴികളും ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യേണ്ട ടീമിൻ്റെ പേര് കോൺഗ്രസ് എന്നാണ്. അതിനെന്താണ് വഴി അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണെന്ന് പുകച്ച പറയുകയും ആ വർക്കിംഗ് കമ്മിറ്റി മെമ്പർക്ക് ഒരു MP കാണാനുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ്. രാഹുൽ ഗാന്ധി ആരാ?
രാഹുൽ ഗാന്ധി ആരാ? ഒരു MP ആണ്. അദ്ദേഹത്തെ കാണാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ആരാ അന്വേഷിച്ച് നടക്കുന്നത്? ഈ പറഞ്ഞ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ കോൺഗ്രസ് പോലെ പ്രസ്ഥാനത്തെ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. അത് മനസ്സിലാക്കണ്ടേ? കോൺഗ്രസ് പോലെ പ്രസ്ഥാനത്തിൽ പെർഫോം ചെയ്യാൻ ഏതെങ്കിലും ഒരു നല്ല സംവിധാനം പാർലമെന്റിൽ പാസ്സാക്കാൻ പോലും പ്രസന്റ് ചെയ്യാൻ പോലും ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നില്ല. ഒരു കാര്യം പോലും ഏൽപ്പിക്കുന്നില്ല. എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ രാഹുൽ ഗാന്ധി അനുമതി നിഷേധിച്ചെന്ന് ഓർമ്മ? അതാണ് എന്തൊക്കെ കഴിഞ്ഞ വേറെ കാര്യം, കോൺഗ്രസ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചാൽ ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാ നിങ്ങൾ രാഹുൽ ഗാന്ധി ഒറ്റ കാര്യം അല്ല, ഒരു പോയിന്റ് പറഞ്ഞു. രാഹുൽ ഗാന്ധി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പറയുന്ന ശശി തരൂർ വളരെ നിഷ്കളങ്കനായിട്ടാണ് പണിയെടുക്കാനാണെങ്കിൽ 2026 ഇലക്ഷനിൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ നല്ല രീതിയിൽ അറിയാവുന്ന ആളാണ്. പിന്നെ ആര് ഈ പറയുന്ന ഉണ്ടെങ്കിൽ ഈ പിന്നെ ശശി തരൂരിന് അവിടെ കേന്ദ്രമന്ത്രിയായിരിക്കാം. ശശി തരൂർ പറയുന്ന പോസ്റ്റ് കിട്ടും. ഇപ്പോഴും കിട്ടില്ല. ഇപ്പോഴും അതേ ഇതിലത് നിന്നിട്ടാണല്ലോ പറയുന്നത്. ഇപ്പോൾ ആരാ ഇത്? എവിടെയാണ് ശശി തരൂർ നിൽക്കുന്നത്? അദ്ദേഹത്തിന്റെ വർക്കിംഗ് കമ്മിറ്റി, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അല്ലേ? വർക്കിംഗ് കമ്മിറ്റി മെമ്പറുടെ ഒരു വാക്ക് എന്താ ഈ വർക്കിംഗ് കമ്മിറ്റി കാണുന്നതിന് പ്രശ്നം? ശശി തരൂരിനെ രാഹുൽ ഗാന്ധിക്കോ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്ക് തരൂർ എന്തൊക്കെ വർക്ക് ചെയ്തു? അപ്പൊ കോൺഗ്രസ് തള്ളി പറയണം. രണ്ടും കൂടെ കോൺഗ്രസ് പുറത്താക്കണം, അല്ലെങ്കിൽ കൂടെ നിർത്തണം. ഇത് രണ്ടും രാഹുൽ ഗാന്ധി ഇപ്പൊ എന്താ ചെയ്യുന്നതെന്നറിയോ? നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയാതെ പറയുകയാണ്. നിങ്ങൾ പോയി ശശി തരൂരിനെ പോലെ ഇന്ത്യ അറിയുന്ന, ലോകം അറിയുന്ന ഒരാളെ പുറത്താക്കേണ്ട ഗതികേട് കോൺഗ്രസിന് ഇല്ലാന്ന്. എന്തിനാണ് പുറത്താക്കുന്നത്? അദ്ദേഹത്തെ കൂടുതൽ നിങ്ങൾ BJP രാജിവെച്ചാൽ കോൺഗ്രസ് എടുക്കുന്ന കാലല്ലേ? കോൺഗ്രസ് രാജിക്കൂടെ BJP എടുക്കുന്നുണ്ട്. അതിനേക്കാളും ഡീസന്റ് അല്ലേ ഈ കൂടെ നിൽക്കുന്നവര്? അല്ലേ? ഇപ്പൊ ഞാൻ പറയുന്നത് ഈ G23 ഉണ്ടായിരുന്നല്ലോ, അതിലുള്ള നേതാക്കന്മാർക്ക് എവിടെ പോയി? ഇപ്പം എവിടെ പോയി? എന്തുകൊണ്ടാ പോയെ? എന്തുകൊണ്ടാ കോൺഗ്രസോട് ചേരാത്തത്? ശശി തരൂർ അവിടെയും വിദഗ്ധനായി, അതിലും മിടുക്കനായി തിരിച്ചു കയറി. മാനചന്ദ്ര മാറിയുന്നവരൊക്കെ ഇദ്ദേഹം പോയോ? പോകാൻ കാരണം എന്താ? ഇദ്ദേഹത്തിന് കോൺഗ്രസ് നന്നാവണമെന്ന് ആഗ്രഹം. എന്താ ഈ പറയുന്നത്? നന്നാവണം, കോൺഗ്രസ് നന്നാവണമെന്നല്ല, അവരവർ നന്നാവണം ആഗ്രഹം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ വന്ന് തള്ളി നോക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് നാണമില്ലല്ലോ, ഞാൻ മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞൊരു സർവേ സ്വയമായി കോൺഗ്രസിലെ ശശി തരൂർ മുഖ്യ സ്ഥാനാർത്ഥി ആക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹത്തിന് കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കൂല എന്ന് ഉറപ്പാണ്. അപ്പം നിങ്ങൾ കോൺഗ്രസ് ആക്കൂല. കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട പിന്നെ AICCയിൽ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റും കൊടുക്കൂല, ഒരു കാര്യം ഏൽപ്പിക്കൂല. ഇവരെന്താണ് ഇതൊക്കെ കൊടുക്കുന്ന പാർട്ടി അപ്പുറം ഉണ്ടെന്ന് അത് മനസ്സിലാക്കണം. അത് പറഞ്ഞാൽ മതി, പോണെന്ന് പറഞ്ഞാൽ മതി. അതിനാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ശശി തരൂരിന്റെ തന്ത്രമാണോ ചോദിക്കുന്നുണ്ടല്ലോ. ശശി തരൂരിന്റെ തന്ത്രമാണ്. നിങ്ങൾ പുറത്താക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്താക്ക്. ഇങ്ങനെ പോയിട്ടാണ് സ്മൃതി മേഡം കോൺഗ്രസ് ഇല്ലാതായത്. ഇങ്ങനെ പോയതാണ്. നിങ്ങൾ ഇപ്പൊ കേന്ദ്ര മന്ത്രിസഭയിൽ BJPന്റെ കേന്ദ്ര മന്ത്രിസഭയിൽ കോൺഗ്രസിൽ എത്ര നേതാക്കന്മാരിക്കുന്നത് അറിയോ? ആരായിരുന്നത്? ഈ സോണിയാഗാന്ധിയുടെയും ഈ AK ആന്റണിയുടെയും ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മന്ത്രിസഭയിലിരുന്ന നേതാക്കന്മാർ ഇപ്പോൾ BJPന്റെ മന്ത്രിസഭയിൽ ഇരിക്കുക. എങ്ങനെയിരുന്നത്? ഇങ്ങനെ ഓരോ സ്വതന്ത്ര കാര്യത്തിന് വേണ്ടി പുറത്താക്കി പോയതാണ്. അധികാരം പോയപ്പോ അങ്ങോട്ട് മാറിയതാണ്. ഏത് അധികാരം കിട്ടാതെ അങ്ങോട്ട് പോയതാണ്. ഒക്കെ നമ്മൾ പറയുന്നത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഓരോരുത്തരുടെ കഴിവാണ്. ഒരു ലീഡർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാവരെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി. ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ പങ്കം വരുന്നതോടെ ഇതെല്ലാം നടക്കുന്നത്. എന്താ BJP ഒരാൾ പോകാത്തെ? അവരൊരു ചർച്ച വരുന്നില്ലല്ലോ. അധികാരമുള്ളതുകൊണ്ട് മാത്രമല്ല 2016 ഈ പിന്നെ ഏത് വർഷം BJP അധികാരത്തിൽ വരുന്നത്? 2014. 2014 അധികാരത്തിൽ വരുന്നതിന് മുന്നേ നിങ്ങൾ BJP അവസരം കേട്ടിട്ടുണ്ടോ? എത്ര വർഷം പോയിട്ടുണ്ട്? അങ്ങനെയല്ല, അമിത്ഷാന്റെ കീഴിലും നരേന്ദ്രമോദിയുടെ കീഴിലും ഈ പറഞ്ഞ രാജ്നാഥ് സിംഗിന്റെ കീഴിലും ഒക്കെ അവർ ഒറ്റക്കെട്ടായി നിന്ന് ഫൈറ്റ് ചെയ്ത് കോൺഗ്രസിന് താഴെ ഇറക്കി ജയിച്ച് അധികാരത്തിൽ വന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ടീം കോൺഗ്രസിലുണ്ടെന്ന്?
അല്ല, അത് അത് വേറെ വിഷയം. അത് നമുക്ക് അത് വേറെ വിഷയം. അങ്ങനെ ടീമിന് ഉണ്ടാക്കിയെടുക്കണമെന്നേ. അതാണ് ലീഡർഷിപ്പ്. ആ ടീമിൽ തരൂർ ജെല്ലാവില്ലെന്നേ. അല്ല, അങ്ങനെ ശേഷിയുള്ള അണികളെയും അതിൽ പടന്മാരെ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം അങ്ങനെ ഒരു ടീമിലേക്ക് എടുക്കേണ്ട ആളാണോ ശശി തരൂർ? ഇടയ്ക്കിടയ്ക്ക് മോദി അല്ല, നിങ്ങൾക്ക് ഇത് ഇപ്പൊ നാളെ രാവിലെ ശശി തരൂർ പോയി കഴിയുമ്പോൾ വേറൊരാൾ വരും, അത്രേ ഉള്ളൂ. ഇന്നത്തെ ഏരാ ശശി തരൂർ, ഇന്നത്തെ ശശി തരൂർ. എന്താണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ അറിയോ? നരേന്ദ്രമോദിയെക്കാളും ഫൈറ്റ് ചെയ്യുന്നേക്കാളും ദേഷ്യമാണ് ശശി തരൂരിനോട്. നരേന്ദ്രമോദി ഇങ്ങനെ നിൽക്കുകയാണ്, കോൺഗ്രസിനെ ഒതുക്കി കൂട്ടി എന്താ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഒരു പാർട്ടി അപ്പുറം നിൽക്കുകയാണ്. അവരോടില്ലാത്ത ദേഷ്യം ആരോട്? കൂടെ നിൽക്കുന്ന ഒരാളെ പുറത്താക്കാൻ വേണ്ടി കാണിക്കുക. ഇപ്പൊ ശശി തരൂരാണ്. നിങ്ങൾക്ക് കുറച്ച് ആൾ കഴിയുമ്പോൾ ആനന്ദ് ശർമ്മയാവും, കുറച്ച് കഴിയുമ്പോൾ അടുത്തയാളാവും, അത് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തരെ പുറത്താക്കും. അത് കഴിഞ്ഞ് ഞാനും എന്റെ തട്ടാനും എന്റെ കൂലിപ്പണിക്കാരനും ബി ജെ പിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ സ്തുതിക്കുകയും കോൺഗ്രസിലെ നേതാക്കളെ വല്ലാതെ പുകഴ്ത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, കണ്ണൂരിൽ ഒരു സമരസംഗമം നടത്താൻ പോവാണ്. അതിനകത്ത് കെ സുരേന്ദ്രന്റെ ഫോട്ടോ ഇല്ല, സുധാകരന്റെ ഫോട്ടോ ഇല്ല. കെ സുധാകരന്റെ ഫോട്ടോ ഇല്ലാത്തതിന് കാരണം എന്താ? കണ്ണൂരിൽ ജീവൻ കൊടുത്ത് യുദ്ധം ചെയ്ത നേതാവിന്റെ പേര് കെ സുധാകരൻ എന്നാ. മനസ്സിലായോ? അതിനകത്ത് വെട്ടി പുറത്തു കളഞ്ഞു. എന്താണ്? KPCC അധ്യക്ഷനല്ല അദ്ദേഹം, അദ്ദേഹത്തിനെ വെട്ടി പുറത്താക്കി. എന്നിട്ട് അദ്ദേഹം മുൻകൈ എടുക്കേണ്ടി വന്നു. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ആ ഫോട്ടോയെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത്. ആൾക്കാരെ തഴയുന്ന കാര്യം പറയുന്നത്. ജീവിതാവസാനം വരെ തുടങ്ങിയ കാലം തുടങ്ങി ഈ CPM-നോടും ഈ BJP-നോടും പടവെട്ടി ഈ പറഞ്ഞ രക്തം കൊഞ്ഞ് 5-6 പ്രാവശ്യം വധശ്രമം നേരിട്ട് ഏറും കൊണ്ട് നിന്ന് കണ്ണൂരിൽ കോൺഗ്രസിന് അസ്തിത്വം ഉണ്ടാക്കിയ നേതാവിൻ്റെ പേരാണ് പറയുന്നത്. അവിടെ സമരസംഗമം നടത്തുമ്പോൾ ആ നേതാവിൻ്റെ പേരില്ല. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ശരിയാണെന്ന് ചോദിച്ചാൽ കമ്പാരിസൺ ഇല്ല. അതിന് ഒന്നാമത് നിൽക്കുന്ന ആളുടെ പേര് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അതിന് രണ്ടാമത്തെ ഫോട്ടോ ആരാണ്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മൂന്നാമത്തെ ഫോട്ടോ നേതാവ് എന്താണ്? UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശ്. അവിടെ അവർക്ക് അറിയില്ലായിരുന്നോ? എത്ര ആൾക്കാരെ പടം അവിടെ അറിയില്ലായിരുന്നു അവർക്ക്? ഇത് അറിഞ്ഞുകൊണ്ടല്ല കോൺഗ്രസ് നമ്മുടെ വിഷയം അതല്ല. ശശി തരൂര് ആദ്യമായി ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്നു, പിടിച്ച് MP ആക്കുന്നു, മന്ത്രിയാക്കുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുമ്പോൾ പ്രധാനപ്പെട്ട ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആളില്ലേ? അവിടുത്തെ കടൽ കച്ചവടം നടത്തിയ ആളല്ല അദ്ദേഹം. സംസാരിച്ചതാണ്. ഇങ്ങോട്ട് വന്ന് കോൺഗ്രസോട് 4-5 പ്രധാനമന്ത്രിമാരെ സൈഡിൽ നിർത്തിക്കൊണ്ട് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന വലിപ്പുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ പിടിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. അതൊക്കെ ശരി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന, കോൺഗ്രസിന് കൊടുക്കാവുന്ന എല്ലാ പദവികളും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ എന്തായാലും തരൂരിന് കൊടുക്കാൻ പറ്റുക? പ്രതിപക്ഷത്ത് ഇങ്ങനെ തുടരും എന്നുള്ള തോന്നലിലാണ് അപ്പുറത്തേക്ക് അടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. BJP അധികാരത്തിലുണ്ട്, BJP അധികാരത്തിൽ തന്നെ തുടരും. ഇനി ഇത്രയും കാലം ഇനി ഈ പരാജയപ്പെടുന്ന സഖ്യത്തിനൊപ്പം എന്താണെന്നറിയോ? ഒറ്റ കാര്യം ഞാനിത് പറയില്ലായിരുന്നു. ഞാൻ പറഞ്ഞതിന് കാരണം എന്താണെന്നറിയോ? ഒരു പ്രാവശ്യം മീറ്റിംഗ് വിളിച്ച് നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാനുള്ള മര്യാദ ഈ പാർട്ടി രാഹുൽ ഈ പുതിയ പുതിയതല്ല കോൺഗ്രസിന്റെ ആളല്ല. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങളെ മുഴുവൻ ACC ചെയ്യുന്ന പോലെ അറിയോ? തന്ത്രമാണ് അത്. പക്ഷെ കോൺഗ്രസിന്റെ വിരുദ്ധത കൊണ്ട് നഷ്ടപ്പെടുന്ന. ശരി, എന്റെ അഭിപ്രായത്തിലേക്കും സുജയുടെ അഭിപ്രായത്തിലേക്കും വരാം. ഇടവേളയ്ക്ക് തരൂരിന്റെ തന്ത്രമോ എന്ന ചോദ്യത്തിന് തരൂരിന്റേത് തന്ത്രം തന്നെയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് എന്ന ലേഖനം, അതിൽ ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയും ഒക്കെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട്, ക്രൂരതകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ ലേഖനം എഴുതുന്നത്. ഇതേ തരൂർ 2024 ജൂൺ 12 പറഞ്ഞത് അടിയന്തരാവസ്ഥ ഭരണഘടന അനുസൃതമായിരുന്നു എന്നാണ്. അത് എപ്പോഴായിരുന്നു? അമിത്ഷാ ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസമായി പ്രഖ്യാപിക്കുന്നതിനെ എതിർത്തുകൊണ്ട് തരൂർ പറഞ്ഞതാണ് 2024 ജൂൺ 12. അപ്പോൾ 2024 2025 എത്തുമ്പോൾ തരൂരിന് എന്തൊക്കെ സംഭവിക്കുന്നു? തരൂർ ഇപ്പോൾ കോൺഗ്രസ് വിമർശകനാകുന്നു.
ആകുന്നു, മോദി ഭക്തനാകുന്നു, മോദിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന നേതാവായി മാറുകയാണ്. ഈ ലേഖനത്തിൽ പറയുന്നു, അച്ചടക്കത്തിനും ക്രമത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകളായി മാറി. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് നയിച്ച നിർബന്ധിത വന്ധ്യംകരണ പരിപാടികൾ അതിന് ഉദാഹരണമാണ്. ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിനും ബലപ്രയോഗവും അക്രമവും ഉപയോഗിച്ചു. ന്യൂഡൽഹി പോലുള്ള നഗരകേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതൊക്കെ ശരി തന്നെ. ഇപ്പോൾ അടിയന്തരാവസ്ഥയെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾ ആരും അതിനെ അംഗീകരിക്കുന്നില്ല. അത് അന്നത്തെ ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പറയേണ്ട സന്ദർഭം ഇതാണോ? കാരണം BJP അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന രീതിയിൽ തന്നെ അത് ഒരു പ്രചാരണ വിഷയമാക്കി എടുത്തുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് സഹായമേൽക്കുന്ന, അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള പ്രതികരണം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നുള്ളതാണ്. കോൺഗ്രസ് ഇത്രയും ക്ഷമിക്കുന്നത് അദ്ദേഹം MP സ്ഥാനത്ത് നിന്നും അദ്ദേഹം രാജിവെക്കട്ടെ, പുറത്താക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ, ആ സാങ്കേതിക പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ സ്വയം പോകട്ടെ എന്നതാണ് ആഗ്രഹിക്കുന്നത്. സ്വയം പോയി അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ പറയുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരാളെ കണ്ടെത്താനുള്ള ആലോചനകളും കോൺഗ്രസ് നടത്തുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പരിശോധനകളും ആ ചർച്ചകളും അവിടെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ കണ്ടെത്തും. അതിനുവേണ്ടിയുള്ള സമയമെടുക്കലാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയധികം ക്ഷമിച്ചുകൊണ്ടൊരു നേതാവിനോട് കോൺഗ്രസ് പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ്. ഇത്രയധികം പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിട്ടും അലോസരം ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ ക്ഷമിക്കുന്ന ഒരു സംവിധാനം ഇതിനു മുമ്പ് വേറെ ഒരു നേതാക്കളുടെ കാര്യത്തിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ശശി തരൂർ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്? അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇവിടെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ഇവിടെ മാധ്യമപ്രവർത്തനം അടക്കം എത്രയാണ് ആ റേറ്റിംഗിൽ ഇത്ര താഴെയാണ് കിടക്കുന്നതെന്നുള്ള വിഷയമൊക്കെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുകയും വളരെ മൈൽഡായിട്ടാണ് പറഞ്ഞു പോകുന്നത് മറ്റു കാര്യങ്ങൾ. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി പറയാതെ ഇന്നത്തെ ഇന്ത്യ കൂടുതൽ അഭിവൃദ്ധിയുള്ളതും പല കാര്യങ്ങളിലും കൂടുതൽ ദൃഢമായ ജനാധിപത്യം ഉള്ള ഒരു രാജ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കാണാനാകുന്നത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെ, അദ്ദേഹത്തിൻ്റെ എഴുത്തിനെയൊക്കെ അദ്ദേഹം തന്നെ തള്ളിക്കളയുന്ന രൂപത്തിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതങ്ങനെ ഒരു കാര്യം. കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയാകാൻ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്ന് വന്നിരിക്കുന്ന ഒരു സർവേ, ആ സർവേയിൽ അദ്ദേഹത്തിന് നല്ല പിന്തുണയുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് 28.3% പേരുടെ പിന്തുണയുണ്ടെന്നാണ് പറയുന്നത്. അതേസമയം അപ്പുറത്ത് പിണറായി വിജയന് പിന്തുണ 17.5% KK ശൈലജയ്ക്ക് 24.2% എന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആ ഇവിടെ CPM പോലും ഏറ്റെടുക്കാഞ്ഞത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ശൈലജയ്ക്കാണ് കൂടുതൽ അവിടെ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും CPM കൂടി ആ പരിഹാസവുമായി ബന്ധപ്പെട്ട് അതിൽ വരാതിരുന്നതെന്ന് തോന്നുന്നു. കേരള വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസിയാണല്ലോ ഇങ്ങനെ ഒരു സർവേ നടത്തിയത്. അപ്പോൾ ഈ കേരള വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസി വോട്ട് വൈബ് ശരിയാ, വോട്ട് വൈബ്. അപ്പോൾ ഈ വോട്ട് വൈബ് എങ്ങനെയാണ് വന്നത്? ഈ മാർച്ചിലാണ് എക്സിൽ ഇതിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ അപ്ഡേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. മെയ് ആകുമ്പോഴാണ് ഇതിൽ കണ്ടന്റുകൾ വന്നു തുടങ്ങുന്നത്. മിനിഞ്ഞാന്നാണ് ഇതിൻ്റെ ഈ പറയുന്ന ഈ സർവേ പലർക്കും ഇവർ അയച്ചു കൊടുക്കുന്നുണ്ട്. പല മാധ്യമങ്ങളും, കേരളത്തിൽ തന്നെ പല മാധ്യമങ്ങൾക്ക് സർവേ അയച്ചു കൊടുക്കുന്നുണ്ട്. അസം അതിനിടയ്ക്ക് അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സർവേ അയച്ചു കൊടുക്കുന്നു. ഇതിൽ നോക്കൂ, ഇതിലാകെ 129 ഫോളോവേഴ്സേ ഉള്ളൂ. 129 ഫോളോവേഴ്സ് ഉള്ള ഒരു ഏജൻസിയാണ്. അവരെങ്ങനെ സർവേ നടത്തുന്നതിനെ കുറിച്ചൊന്നും നല്ല വിശദീകരിക്കുന്നില്ല. എന്താണ് അവരെടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്നൊന്നും അതിലില്ല. ഇത്ര കണക്ക് എന്നുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ മിനിഞ്ഞാന്ന് പലർക്കും ഇത് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് ഈ ഏജൻസി എന്താണെന്നൊക്കെ ആളുകൾ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്ര 129 പേരല്ലേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അത് അവഗണിച്ചു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? പിന്നീട് ആരും മൈൻഡ് ചെയ്യാത്തപ്പോൾ ഒരു പ്രൊമോട്ടർ, നേരത്തെ ഒരു പേര് പറഞ്ഞല്ലോ, ഒരു പ്രൊമോട്ടർ, കൺസൾട്ടന്റ് ആണ് അദ്ദേഹം. നേരത്തെ NDTV ഇന്ത്യ ടുഡേയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കൺസൾട്ടന്റ് ആണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മണി കൺട്രോൾ വാർത്ത കൊടുക്കുന്നു. മണി കൺട്രോളിലെ വാർത്ത എന്ന നിലയ്ക്കാണ് തരൂർ ട്വീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വഴികളിലൂടെ കടന്നു പോയിട്ട് ഈ വാർത്ത ഞാൻ തന്നെ എന്നെ അംഗീകരിച്ചതിന് നന്ദി എന്നൊരു കൂപ്പുകയോടുകൂടി അദ്ദേഹം അത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിലെ കള്ളത്തരം, അതിപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇതൊരു ഫേക്ക് സർവേ ആണ് എന്ന് നേതാക്കൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു ഫേക്ക് സർവേ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ സർവേയിലെ കള്ളത്തരം അവിടെ നിൽക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ സ്വയം തള്ളുന്ന കാര്യം അവിടെ നിൽക്കുന്നു. സർവേയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട് കുറച്ചു കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടത്. ഏജൻസി യഥാർത്ഥത്തിൽ ഈ ഏജൻസിക്ക് തരൂരിന് ഏജൻസിയുമായുള്ള ബന്ധം എന്താണ് ആ തരത്തിലുള്ള അന്വേഷണം കൂടി നടത്തേണ്ടത്. അത് അന്വേഷിച്ച് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരും. ആ അന്വേഷണത്തിലേക്ക് കോൺഗ്രസ് കടക്കുമോ എന്നുള്ളതാണ്. വോട്ട് വൈബിനെ പിന്തുടരുന്ന എക്സിലെ ഒരു പ്രൊഫൈലിന്റെ പേര് തരൂർ സോൾ ഓഫ് ഇന്ത്യ എന്നതാണ്.
അതാണ്. അപ്പോൾ പിന്നെ ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് ചില കാര്യങ്ങൾ അവിടെ ക്ലിയർ ആവുകയാണ്. കുറച്ച് കാര്യങ്ങൾ ഇനി കോൺഗ്രസ് പരിശോധിച്ച് കോൺഗ്രസ് തന്നെ പുറത്ത് കൊണ്ടുവരട്ടെ, അപ്പോൾ ആ കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ എന്നുള്ളതാണ്. പിന്നെ ഈ പല ഘട്ടങ്ങളിലായി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നേതാവിനെ, ഏറ്റവും നിർണായകമായ സന്ദർഭമാണല്ലോ ഈ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അപ്പുറത്ത് മോദിയുടെ നാവായി പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ കാണാൻ അവസരം കൊടുക്കാത്തത് എന്ത് എന്നാണ് ശ്രീ ആൻഡ്രൂ ചോദിച്ചത്. ഇങ്ങനെ അവസരം കൊടുക്കുന്നേ തുടർച്ചയായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നേതാവ് പുറത്താക്കി കഴിഞ്ഞാൽ എന്താണ്, അതും ഒരു അവസരമാക്കും. അങ്ങനെ അവസരമാക്കണ്ട, ചീഞ്ഞ് താഴെ വിടട്ടെ എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ചീഞ്ഞ് താഴെ വിടട്ടെ. സ്വയം ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക്, കോൺഗ്രസ് അണികൾക്ക് ഇഷ്ടപ്പെടാത്തൊരു നേതാവായി സ്വയം അദ്ദേഹം ഇങ്ങനെ അവരോധിക്കട്ടെ. ഇങ്ങനെ BJP പുകഴ്ത്തി ഇപ്പോഴുള്ള പിന്തുണ കൂടി ഇല്ലാതാകട്ടെ എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള സമയമെടുക്കലാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന പോലെ അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന അണി, അദ്ദേഹത്തെ ഇപ്പോൾ ഈ പറഞ്ഞ ഡൽഹി നായർന്നുള്ള പ്രയോഗമൊക്കെ NSSും തിരുത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, പൊന്നാട എണീക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം ഇവിടെ കേരളത്തിലൂടെ മുഖ്യമന്ത്രിയാകാൻ ഒരു യാത്ര നടത്തി. ആ യാത്രയിൽ ചില MP-മാരുടെ MK രാഘവനെ പോലുള്ളവർ പിന്തുണയുണ്ടായിരുന്നു. ഇപ്പോൾ MK രാഘവൻ ഒന്നും പറയുന്നില്ലല്ലോ. ലീഗും കൈവിട്ടു ഹമാസ് വിഷയം പറഞ്ഞതോടുകൂടി. ലീഗ് ഇന്ന് പരസ്യമായി പറയുകയും ചെയ്തു ഇങ്ങനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രതികരണം ഒരു നേതാവിൽ നിന്ന് വരരുതെന്ന്. അപ്പോൾ ഒരു നിയന്ത്രണ രേഖയെക്കുറിച്ച്, ലക്ഷ്മണ രേഖയെക്കുറിച്ചൊക്കെ ഇവിടെ KC വേണുഗോപാൽ പറയുന്നുണ്ട്. അദ്ദേഹം നടന്നു പോകുന്ന വഴികളിലൊക്കെ വരച്ച് പോവുകയാണെന്ന് അറിയില്ല. അപ്പോൾ ലക്ഷ്മണ രേഖയുടെ കാര്യത്തിൽ ഒരു തീരുമാനം അറ്റ്ലീസ്റ്റ് ഈ പ്രവർത്തക സമിതിയിൽ നിന്ന് ഒഴിവാക്കുക ഇത് ഒരു മെസ്സേജാണ്. അത് ഈ അണികൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഉള്ള ഒരു സന്ദേശമാകും. നമ്മളോട് ഇങ്ങനെ നമ്മുടെ പാർട്ടിയോട് ഇത്രയും മോശമായി പെരുമാറിയ ആളെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് അത് ഒഴിവാക്കുന്നു, പ്രവർത്തക സമിതി അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. MP ആയി അദ്ദേഹം തുടരട്ടെ, പക്ഷേ ആ തീരുമാനത്തിലേക്ക് എന്താണ് പോകാത്തതെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇനി എന്തായാലും കോൺഗ്രസ് നേതാക്കൾ തരൂരിനെ കണ്ടൊരു ചർച്ച നടത്തുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആ സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഡിസംബറിൽ 2026 ഡിസംബറിൽ UN സെക്രട്ടറി ജനറലുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ റൊട്ടേഷനിൽ ഇപ്പോൾ ഏഷ്യക്കാരനാണ് സാധ്യത. ആ ഏഷ്യക്കാരനുള്ള സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം അവിടെ നടക്കുന്നു. ഇപ്പോൾ BJP പോയില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. BJP പോകേണ്ട, മോദിയുടെ കാലത്തതാ ഇവിടെ നിന്ന് UN ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടാകുന്നു ഇന്ത്യയിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മോദിക്കൊരു അഭിമാനമാണ്. അപ്പോൾ റഷ്യയിലേക്ക് പറഞ്ഞയച്ച് റഷ്യയുടെ പിന്തുണയ്ക്കായിരിക്കും. ചൈന എതിർക്കുമ്പോൾ റഷ്യയുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈ ചീഞ്ഞളിഞ്ഞ് പോകട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിച്ച് എത്ര കാലം കാത്തിരിക്കും. ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇനി അടുത്ത വർഷം കേരളം, തമിഴ്നാട്. കേരളത്തിൽ ഇവിടെ വിഷയം ഇവിടെ ഒരു മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണിട്ട് പ്രതികരിച്ചിട്ടില്ല തിരുവനന്തപുരം MP. പ്രതികരിച്ചോ? ഇല്ല. അവിടെ ബീഹാറിൽ ഇപ്പോൾ മഹാസഖ്യം അവിടെ ഒരു പ്രക്ഷോഭത്തിലാണ്. അവിടെ ഒന്നും അദ്ദേഹമില്ല. തീരുമാനമുണ്ട്, അവഗണിച്ച് താഴെ കളയുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം അവഗണന എത്ര ദിവസം തുടരും. ഈ അവഗണന ഒറ്റ കാര്യമുള്ളൂ. രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഒരു കാര്യം പറയും, നരേന്ദ്രമോദി അവിടുന്ന് പറയേണ്ടി വരില്ല, സ്വന്തം പാളയത്തിന് അടുത്ത വാർത്ത വരും. ഇതാണല്ലോ നടക്കുന്നത്. നമുക്ക് നോക്കാം. ഏതായാലും തരൂർ സ്വയം കോൺഗ്രസിനകത്ത് സ്വയം അപമാനിതനാകുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ വിശാലമായ ആകാശത്ത് പറക്കാൻ അദ്ദേഹത്തിന്റെ ചിറകുകളുണ്ട്. അങ്ങോട്ടെങ്കിലും പറക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തന്നെ അങ്ങ് പറന്നു പോകട്ടെ എന്ന് കാത്തിരിക്കുന്നു പാർട്ടി എന്നാണ് ഞാൻ കരുതുന്നത്. സുജിയ, ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ ശശി തരൂരിൻ്റെ ഈ സർവേ വന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചല്ലോ. അതിൽ കോൺഗ്രസ് ഒരുപാടൊന്നും സമയം കാത്തിരിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കോൺഗ്രസിൻ്റെ ഒരു കാലതാമസം, അതാണ് എപ്പോഴും കോൺഗ്രസിന് തിരിച്ചടിയാകുന്നത്. ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നതാണ്. ഇന്ത്യ മുന്നണി ഇന്ത്യ പിടിക്കാൻ പോകുന്നു, ആ പേരിലുള്ളതുപോലെ തന്നെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ മുന്നണി എവിടെയാണ് ഉള്ളത്? ഡൽഹിയിൽ എവിടെയെങ്കിലും ഇന്ത്യ മുന്നണിയുടെ എന്തെങ്കിലും യോഗം നടക്കുന്നുണ്ടോ? ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ എല്ലാവരും ചേർന്ന് ഒന്നിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കൂടിക്കാഴ്ചയോ എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? ഇന്ത്യ മുന്നണി ഇങ്ങനെ ശിഥിലമായി അവിടെ ഇവിടെയായി കിടക്കുകയാണ്. ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴായിരിക്കും നമുക്കൊന്ന് ഇരിക്കണ്ടേ എന്ന് ചോദിച്ചു വരിക. അപ്പോൾ ഇരിക്കാൻ ഈ നേതാക്കളും ഈ പാർട്ടികളും എല്ലാം അതേപടി 2029 ഉണ്ടാകുമെന്നാണ്. ഒരുപക്ഷെ അതിന് മുൻപ് 1 നേഷൻ 1 ഇലക്ഷൻ വരികയാണെങ്കിൽ ആ രീതിയിലായിരിക്കാം കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും രൂപീകരിച്ചതിന് ശേഷം അതിനെ പരിപാലിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് വ്യക്തികളുടെ കാര്യത്തിലായാലും സഖ്യങ്ങളുടെ കാര്യത്തിലായാലും കോൺഗ്രസ് എപ്പോഴും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ് നമ്മൾ റീസെന്റ് കണ്ടിട്ടുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ. അതിൽ കാണിച്ച കടുംപിടുത്തമാണ്. അക്കോമഡേറ്റ് ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു, എന്നാൽ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോയില്ല. ഇനിയിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നോക്കിക്കോളൂ. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും വലിയ ഒരു അത്ഭുതം സൃഷ്ടിക്കാനൊന്നും ഇപ്പോൾ ഈ സമരം നടത്തിയതുപോലെ മഹാഗഠബന്ധന് വലിയൊരു അത്ഭുതം സൃഷ്ടിക്കാനൊന്നും കഴിയുന്ന ഒരു സാഹചര്യമൊന്നും ബീഹാറിലില്ല എന്നത് വ്യക്തമാണ്. കാരണം അവിടെ നമ്മൾ പറയുമല്ലോ, കൃത്യമായി ഒരു പിച്ചിലേക്ക് ഇറങ്ങുമ്പോൾ ആ സമയത്തല്ല എങ്ങനെ
ബാറ്റ് ചെയ്യണം, എങ്ങനെ ബോൾ എറിയണം എന്ന് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ടീം ആലോചിക്കുക. അതിന് മുൻപ് തന്നെ അവർ പരിശീലനം നടത്തും, പലതവണ അവർ കളിച്ച് പഠിക്കും എങ്ങനെയാണ് നമ്മുടെ ടീമിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, എതിരാളി ആര് വന്നാലും ഏത് ബാറ്റർ എതിരെ വന്നു കഴിഞ്ഞാലും ആദ്യത്തെ ഓവറിൽ തന്നെ ഔട്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷനൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ മറുപടി കൊടുത്തല്ലോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുതി തരണം, അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് രേഖാമൂലം പറയണം. അല്ലാതെ പറയട്ടെ ഈ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയോട്, നിങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുകയാണല്ലോ, അപ്പോൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു അവിടെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ തരണമെന്ന്. അതായത് ഓരോന്നിനും ഓരോ കൃത്യമായ കീഴ്വഴക്കങ്ങളും രീതികളും ഒക്കെയുണ്ട്. അല്ലാതെ ഒരു കുടുംബത്തിൽ പിറന്നു എന്നതുകൊണ്ട് മാത്രം പാരമ്പര്യം കൊണ്ട് വന്ന് എന്തെങ്കിലുമായി തീരേണ്ടതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അവനവന്റെ കഴിവും അവനവന്റെ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതായത് വ്യക്തികളെ എങ്ങനെയാണോ നിങ്ങൾക്ക് ആ പാർട്ടിക്കൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുക, രാഹുൽ ഗാന്ധിക്ക് ശശി തരൂരിനെ എന്തുകൊണ്ട് കൃത്യമായി ഒപ്പം നിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ല? അതായത് കുടുംബം നിശ്ചയിച്ച ഒരു സ്ഥാനാർത്ഥി മല്ലികാർജ്ജുൻ ഖർഗെയുടെ വ്യക്തിപരമായ മെറിറ്റുകൾ അവിടെ നിൽക്കുമ്പോഴും അത് കുടുംബത്തിന്റെ ഒരു താല്പര്യം അതിലുണ്ടെന്നേ. അത് ആർക്കാണ് അറിയാത്തത്? നെഹ്റു കുടുംബത്തിന്റെ ഒരു താല്പര്യം അതിൽ കൃത്യമായിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അടങ്ങുന്ന ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സോക്കോൾഡ് ഹൈക്കമാൻഡിന്റെ ഒരു താല്പര്യം, അവരുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ ശശി തരൂരിന് മെറിറ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല അദ്ദേഹം തോറ്റുപോയത്. അദ്ദേഹം 1041 ആണെന്ന് തോന്നുന്നു, അത്രയും വോട്ട് അദ്ദേഹം പിടിച്ചല്ലോ. ഈ പറയുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചുകൊണ്ട് അത്രയും പേർ എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ തയ്യാറായി? അത്രയും പേർക്ക് വിയോജിപ്പുള്ളത് കൊണ്ട് ആ വിയോജിപ്പ് തുറന്നു പറഞ്ഞാൽ അങ്ങനെ പോകുന്ന മൂക്കാണെങ്കിൽ പോകട്ടെ എന്ന് കരുതിയാണ് അത്രയും പേർ ശശി തരൂരിനെ പിന്തുണച്ചത്. അത് കോൺഗ്രസിന് കൃത്യമായ ഒരു മുന്നറിയിപ്പാണ്. പിന്നെ പ്രവർത്തക സമിതി അംഗമാക്കി, അതും ആരുടെയും ഔദാര്യമല്ല. ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളെ ആ പ്രവർത്തക സമിതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു കീഴ്വഴക്കം ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ശശി തരൂരിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അതിനുശേഷം അദ്ദേഹത്തെ എങ്ങനെയാണ് അവിടെ അക്കോമഡേറ്റ് ചെയ്തത്? ശശി തരൂര് പലതവണ പല വിഷയങ്ങൾ ഉയർത്തിയപ്പോഴും ഒന്നും ശശി തരൂരിന് ആ രീതിയിലുള്ളൊരു റെപ്രസെന്റേഷൻ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കുന്ന വേളയിൽ നേരത്തെ ആൻഡ്രൂ സർ സൂചിപ്പിച്ചതുപോലെ ശശി തരൂര് രാഹുൽ ഗാന്ധി രണ്ടുപേരെ ഒന്ന് കമ്പയർ ചെയ്തോളൂ. രാഹുൽ ഗാന്ധിയും ശശി തരൂരും ഏകദേശം സമാന രീതിയിൽ തന്നെയാണ്. അല്ലാതെ KSU വഴി പ്രവർത്തിച്ചൊന്നും അല്ലല്ലോ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വന്നത്. കോൺഗ്രസിന്റെ ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി KSU കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണോ വന്നത്? അല്ലല്ലോ. പ്രിയങ്ക ഗാന്ധി KSU കാലം മുതൽ പ്രവർത്തിച്ചാണോ വന്നത്? അല്ല. KSU യൂത്ത് കോൺഗ്രസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ ഈ രണ്ട് നേതാക്കളും. അങ്ങനെയാണെങ്കിൽ അവരെക്കാളൊക്കെ എത്ര യോഗ്യനാണ് ഹൈബി ഈഡൻ, അല്ലെങ്കിൽ അവരെക്കാളൊക്കെ എത്ര യോഗ്യനാണ് ഡീൻ കുര്യാക്കോസ്? അങ്ങനെ നേതാക്കളെ എടുത്തു നോക്കൂ. അപ്പോൾ ഓരോ നേതാക്കളും കൃത്യമായി പ്രവർത്തിച്ച താഴെ തട്ടിൽ നിന്ന് കയറി വന്ന ആളുകളാണ്. രമേശ് ചെന്നിത്തല എടുത്തു നോക്കൂ. ഓരോരുത്തരും അതെ, അവരൊക്കെ ഈ പ്രവർത്തക സമിതിയിൽ ഇരിക്കാൻ യോഗ്യനല്ലേ രമേശ് ചെന്നിത്തല? എന്തുകൊണ്ടാണ് അപ്പോൾ സാമുദായിക പ്രിഫറൻസസ് വെച്ചിട്ട് രമേശ് ചെന്നിത്തല ക്ഷണിതാവ് മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് പ്രവർത്തക സമിതി അംഗമാകുന്നില്ല? ഈ പറയുന്നത് പോലെ മെറിറ്റ് അനുസരിച്ചുള്ള റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ എന്തുകൊണ്ട് മെറിറ്റുള്ള രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതി അംഗമായി അവിടെ ഇരിക്കുന്നില്ല? അദ്ദേഹം കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും തന്നെ കഴിവ് തെളിയിച്ചതല്ലേ? MP ആയും MLA ആയും മന്ത്രിയായും ഒക്കെ അദ്ദേഹം കഴിവ് തെളിയിച്ചതല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാക്കുന്നില്ല? അതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. കോൺഗ്രസിന് കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ അറിയില്ല. പുള്ളിനൂടെ യൂത്ത് കോൺഗ്രസിലാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രിയാ. അപ്പോ ഞാൻ കൂടുതൽ പുള്ളി പ്രതിപക്ഷ ഇലക്ഷൻ ഫൈറ്റ് ചെയ്തല്ലേ സാറേ? അവിടെ വരെ എത്തിയ കേസല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുകൾ, അതായത് UPA 1-2 ഭരിച്ചതിന് ശേഷം ഒരു തവണ തോറ്റു, മനസ്സിലാക്കാം. 2ാം തവണ തോറ്റു, അതും മനസ്സിലാക്കാം. 3ാം തവണയും തോറ്റിരിക്കുകയല്ലേ ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒറ്റ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അങ്ങനെ മാറ്റേണ്ട കാര്യമുണ്ടോ? അടുത്ത ഒരു ഊഴം കൂടി കൊടുക്കാമല്ലോ. അതും കൊടുക്കുന്നില്ലല്ലോ. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇലക്ഷൻ മത്സരിക്കുന്നവര് രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം ബാക്കിയുള്ളവരെ പോലെ തന്നെ പദവിയുള്ള അർഹതയുള്ള ആൾ തന്നെയാണ് രമേശ്. എനിക്കതിൽ തർക്കമൊന്നുമില്ല. ശരി, അപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ വിയോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കഴിവനുസരിച്ച് കൃത്യമായി പ്ലേസ് ചെയ്യാൻ, അവരെ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് കൃത്യമായി നരേന്ദ്രമോദി ചെയ്യുന്നുണ്ടെന്നേ. നിങ്ങളൊക്കെ നരേന്ദ്രമോദി 2024 അധികാരത്തിൽ വരുമ്പോൾ വലിയ രീതിയിൽ ഇവിടെ അടക്കം ചർച്ച ചെയ്തതാണ്. മാഡം അടക്കം അഭിപ്രായം പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ആൻഡ്രൂ സാർ വന്ന അഭിപ്രായം പറഞ്ഞതാണ്. അതായത് ഈ സഖ്യമായിട്ടാണല്ലോ ഭരിക്കുന്നത്, ഒരു വർഷത്തിനപ്പുറം ഇത് പോകില്ല എന്നുള്ളത് അന്ന് ഇങ്ങനെ വലിയ രീതിയിൽ വിശദീകരിച്ച് പറഞ്ഞതാണ്. എന്നിട്ട് എന്താണ് ആ സഖ്യത്തെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ആ സഖ്യത്തിലുള്ള ഘടകകക്ഷികളെ, അവരുടെ സംസ്ഥാനങ്ങളെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക? അതാണ് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. അതാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആകർഷനായി ശശി തരൂർ ഇപ്പുറത്ത് താൻ കോൺഗ്രസിന്റെ MP ആണ് എന്നത് മറന്നുകൊണ്ട് അദ്ദേഹം സത്യങ്ങൾ തുറന്നു പറഞ്ഞു പോവുകയാണെന്നേ. സത്യം പറയുന്ന ശശി തരൂരിനെ നിങ്ങളെല്ലാവരും വട്ടമിട്ട് നിന്ന് ഇങ്ങനെ കല്ലെറിയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് നരേന്ദ്രമോദിയോട് വ്യക്തിപരമായ വിദ്വേഷവും നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടമില്ലായ്മയും BJP-യോടുള്ള ഇഷ്ടമില്ലായ്മയും എല്ലാം ഇങ്ങനെ തികട്ടി വരുന്നുണ്ടാകും. ശശി തരൂരിന് അങ്ങനെയല്ല. അദ്ദേഹത്തിന് മാറ്റം വന്നു. 2024 ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ശശി തരൂർ 2025 നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൂടാ എന്ന് പറയുന്നത് കാര്യമില്ല. ശശി തരൂരിന്റെ പുസ്തകത്തിലടക്കം അദ്ദേഹം വിമർശിച്ച കാര്യങ്ങൾ അതെല്ലാം തിരുത്തി പറയുന്നു, അതെല്ലാം വിഴുങ്ങുന്നു എന്നതാണല്ലോ ഇവിടെ ഒരു ആരോപണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നരേന്ദ്രമോദിയെ മാത്രമല്ല, അല്ലെങ്കിൽ BJP-യെ മാത്രമല്ല, രാജീവ് ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ നേരത്തെയും ശശി തരൂർ വിമർശിച്ചിട്ടൊക്കെയുണ്ട്. അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും നേരത്തെയും വന്നിട്ടൊക്കെ ഉള്ളതാണ്. ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന്, രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം ഈ വിമർശന പാതയിൽ
പാതയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ശശി തരൂർ. അതായത് നേരിട്ടുള്ള അറ്റാക്കിലേക്ക് ശശി തരൂർ ഇപ്പോൾ എത്തുന്നു എന്നതാണ് ഇപ്പോൾ ഈ പ്രോജക്ട് സിൻഡിക്കേറ്റിലെ ലേഖനം. 2 ദിവസം മുൻപാണ് ആ ലേഖനം വന്നത്. അത് ഇപ്പോൾ മലയാളം പത്രത്തിലേക്ക് വന്നപ്പോഴാണ് അത് കേരളത്തിൽ ചർച്ചയാകുന്നത്. പ്രോജക്ട് സിൻഡിക്കേറ്റിൽ അത് വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ ഈ പ്രോജക്ട് സിൻഡിക്കേറ്റിൽ വന്ന ആ ലേഖനം ഇതിനു മുൻപും ഒരു കൃത്യമായ ഒരു പീരീഡിൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇടവേളയിൽ പ്രോജക്ട് സിൻഡിക്കേറ്റിൽ ശശി തരൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അത് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും. കൃത്യമായിട്ടാണ്, പീരിയോഡിക്കലായിട്ടാണ് വരുന്നത്. ഒരു 2 months അല്ലെങ്കിൽ 6 months ആ ഒരു ഗ്യാപ്പിൽ കൃത്യമായി അത് വരുന്നുണ്ട്. അത് മറ്റ് പല പ്ലാറ്റ്ഫോംസിലും അത് എടുത്ത് വീണ്ടും വാർത്തയാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതൊരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലാണ് ചർച്ചയാകുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ശശി തരൂരിന് എതിരെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനായിട്ടുള്ള ഒരു ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ശശി തരൂർ കേരളത്തിലും വേണ്ട, കേന്ദ്രത്തിലും വേണ്ട. അത് ചിലരൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അത് തിരിച്ചറിയാത്ത വണ്ണം അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല ശശി തരൂർ. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ശശി തരൂർ ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങി കളിക്കുന്നത്. അപ്പോൾ മറുഭാഗത്ത് പൊള്ളി തുടങ്ങി. അതുകൊണ്ട് അങ്ങ് ചെയ്യട്ടെ എന്ന് പറയാണ്. ശശി തരൂർ ചെയ്യാനൊന്നും പോകുന്നില്ല. ശശി തരൂർ ചെയ്യാനായിട്ട് കാത്തിരുന്ന് നോക്കിയിരിക്കുന്നവർ ചിലപ്പോൾ ചീഞ്ഞു പോയെന്ന് വരും. അത് ചിലപ്പോൾ ശശി തരൂർ ഇപ്പുറത്തിരുന്ന് കണ്ടുവെന്നും വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു കാര്യം പറയാം, www.shashitharoor.in രജിസ്റ്റർ കമ്പനിയും votevibe.in രജിസ്റ്റർ കമ്പനിയും ഒന്നാണ്. 2 മുംബൈ ആസ്ഥാനമായ എൻഡ്യൂറൻസ് ഡൊമൈൻസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ശശി തരൂർ തന്നെ നടത്തിയ നിങ്ങൾക്ക് ഡൊമൈൻ വാങ്ങിക്കുന്നത് എവിടുന്നാണെന്നുള്ളത് അതിലല്ല, നിങ്ങളും ബോളും കൊടുക്കൂല, ബാറ്റും കൊടുക്കൂല. ഇവിടെ ഇപ്പോൾ ശശി തരൂർ ഈ തുറന്നു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശശി തരൂർ ഇപ്പോൾ ഈ ലേഖനത്തിൽ പ്രോജക്ട് സിൻഡിക്കേറ്റിന്റെ ലേഖനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അതിൽ ഈ തുർക്ക്മാൻ ഗേറ്റ് അട്രോസിറ്റീസിനെ കുറിച്ചിട്ടുള്ള റെഫറൻസ്, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയത്, സപ്രഷൻ ഓഫ് ഫ്രീഡം, അതേക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ ഞാൻ പറയും. ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ ഏറ്റവും നന്നായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസാരിക്കുന്നതിന് BJPക്ക് കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ആയുധമാണ് ശശി തരൂർ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അടിയന്തരാവസ്ഥ എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള റിമൈൻഡറാണ് ഈ ലേഖനം. പ്രോജക്ട് സിൻഡിക്കേറ്റിലെ ലേഖനം എന്ന് പറയുന്നത് എന്തായിരുന്നു അടിയന്തരാവസ്ഥ, എന്താണ് ഇന്ദിരാഗാന്ധി ചെയ്തത്, കോൺഗ്രസിന് പോലും തൊടാൻ കഴിയില്ല. അതായത് ശശി തരൂരിനെ അങ്ങ് വെറുതെ വിടുന്നതുകൊണ്ടല്ല. എങ്ങനെ ന്യായീകരിക്കും? അമ്മാതിരി ചെയ്തല്ലേ ഇന്ദിരാഗാന്ധിയും കൂട്ടരും ചെയ്തു വെച്ചത്. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ചെയ്ത കാര്യങ്ങൾ അത് ന്യായീകരിക്കാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റുമോ? ന്യായീകരിച്ചാൽ ഇനി ഉള്ള അവസരവും ഉള്ള സീറ്റും കൂടി പോകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ശശി തരൂരിനെ ഞങ്ങൾ വിമർശിക്കുന്നില്ല. നമുക്ക് അയാളെ അങ്ങ് വെറുതെ വിട്ടേക്കാം. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിമർശിക്കാതിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഈ സർവേയെ കുറിച്ച് കൂടി പറഞ്ഞല്ലോ. ഈ സർവേയിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന സർവേ അതിൽ 28% ഫേവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഓർക്കസ്ട്രേറ്റ് ചെയ്ത ഈ ഏജൻസി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം ഏജൻസിയാണ് എന്നതാണ് ഇപ്പോൾ വാദമായി ഉയർത്തിക്കാട്ടാൻ പോകുന്നത്. പക്ഷേ അതിലെ ഫൈൻഡിങ്ങോ അതിൽ കൃത്യമായി സാമ്പിൾ സൈസ് എടുത്ത് ഏത് ഏജൻസി നടത്തിയാലും, ഒരുപാട് ഏജൻസികൾ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെ ഈ സർവേ നടത്താറുണ്ട്, ഏത് ഏജൻസി നടത്തിയാലും എത്ര സാമ്പിൾ കളക്ട് ചെയ്തു, കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റിലാണോ സർവേ നടത്തിയത് എന്നാണ് കാര്യം. നമ്മൾ നടത്തിയ സർവേയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് KK ശൈലജയ്ക്കാണ്. അന്നും ഇതേ രീതിയിൽ തന്നെയാണ് ശശി തരൂരിനെ ഫേവർ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റിപ്പോർട്ടറിന്റെ സർവേ എന്തായാലും ഈ ശശി തരൂരിന്റെ ഈ കണക്റ്റഡ് കമ്പനി അല്ലല്ലോ നടത്തിയത്. അത് ശശി തരൂരല്ലോ ഫസ്റ്റ് ആയത്. അല്ല, ശശി തരൂർ അതിനുണ്ടായിരുന്നു. ശശി തരൂരിനെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോയ്സായി വെച്ചിട്ട് പോലുമില്ലായിരുന്നു. ശശി തരൂരിനെ തള്ളിക്കളയാൻ കഴിയില്ല. ബീഹാറാണ് ഏറ്റവും അവസാന ഇനി ഇലക്ഷൻ നടക്കാൻ പോകുന്ന സ്ഥലം. അതെ, അവിടെ എന്താ ഇവർ സർവേ നടത്താത്തത്? ഇവർ ഈ 2026 സർവേ മാസം നടത്തുന്നത് എന്താ? അതെന്തൊരു പരിപാടിയാ? ബീഹാറിലെ സർവേ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബീഹാറിൽ ഈ ഏജൻസിയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളുടെ സർവേ ഫലമാണോ വരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവിടെ ഈ സർവേക്ക് ഒരു ജെനുവിനെസ് ഇല്ല എന്ന് തന്നെ അങ്ങ് വെച്ചോളൂ. കാരണം ഈ വോട്ട് വൈവ് എന്ന് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞല്ലോ, അതായത് എക്സ്പോസ്റ്റ് നമ്മൾ എടുത്തു നോക്കി കഴിയുമ്പോഴേക്കും അതിന്റെ ഈ ശശി തരൂരുമായിട്ടുള്ള ആ ഫാൻ അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് അതിൽ കാണാം. ആ ഫാൻ അക്കൗണ്ടിനെ ശശി തരൂർ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനത് എടുത്ത് നോക്കിയിരുന്നു. അപ്പോൾ ഈ സർവേ എന്നുള്ളതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഈ സർവേയുടെ ഒരു ടൈമിംഗ് ആണ്. ഈ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശശി തരൂരിന് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന സർവേ ആണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും എന്തിന് K മുരളീധരൻ വരെ ഇങ്ങനെ കുപ്പായം തയ്ച്ചു വെച്ച് കാത്തിരിക്കുമ്പോഴാണ് അപ്പൊ ശശി തരൂർ എന്താ? ശശി തരൂരിനെ പ്രവർത്തിക്കേണ്ട, ശശി തരൂർ ആ പോസ്റ്റിലേക്ക് വരിക പോലും മുഖ്യമന്ത്രി ആകാനായിട്ട് വോട്ട് ചെയ്യുന്നതാണോ? അത് പറ്റില്ല. അത് പറ്റില്ലെന്നേ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ. മോദിക്ക് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സുജയും പറയുന്നത്, നമ്മൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ തരൂരിന്റെ തന്ത്രമോ എന്നാണ് ചോദ്യം. യെസ് എന്നാണ് 5 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.